അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഷമ്മാസിൻ്റെ വീട്ടിൽ ഷമ്മാസിൻ്റെ ഉമ്മ വിചാരിക്കാണ്, പഠിച്ചോനെ കുറേ ആയല്ലോ പെണ്ണിനൊന്ന് വിളിച്ചിട്ട്, എന്തൊക്കെ സ്ഥിതിയാവോ. എൻ്റെ ഷാമ്മോനോട് ഞാൻ നാളൊരു കാര്യം പറഞ്ഞിനോ, ഓനാണെങ്കിൽ എങ്ങനെ റബ്ബേ അടിച്ചേൽപ്പിക്കാൻ പറ്റൂരല്ലോ, ഒന്നുമില്ലെങ്കിൽ ജ്യേഷ്ഠൻ്റെ ഭാര്യയല്ലേ. എന്നാലും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു നോക്കി. എടാ എൻ്റെ കുട്ടിയെ ഓളെ പുറത്തൊക്കെ കൊടുക്കാൻ തോന്നണില്ല, ഞമ്മക്ക് തന്നെ അങ്ങോട്ട് ഏറ്റെടുത്താലോ എന്നുള്ളത്. അതിലെ ഓൻ പറഞ്ഞത്, ഉമ്മ എത്രയൊക്കെ തന്നെ ആയാലും ഫൈസൽ ഖാൻ്റെ ഭാര്യയല്ലേ, അതൊന്നും ഒരിക്കലും സമ്മതിക്കില്ല. അത് മാത്രമല്ല, എന്ത് കാര്യം വേണമെങ്കിലും അവരുടെ എല്ലാ കാര്യങ്ങളും ഞാനങ്ങ് ഏറ്റെടുത്തോളാം, അതൊന്നും വിഷയമല്ല. പക്ഷേ കല്യാണം കഴിക്കാന്ന് പറഞ്ഞാൽ ഉമ്മ അത് നടക്കൂല. കാരണം തൻ്റെ മോൻ്റെ മനസ്സിൽ ആരോ ഉള്ള കാര്യമൊന്നും ഉമ്മയോട് പറഞ്ഞിട്ടില്ലായിരുന്നു. എങ്കിലും അവരെ ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഉമ്മാക്ക് ചെറിയൊരു ആശ്വാസം ഉണ്ടായിരുന്നു. അതിനുശേഷം കുറേ ദിവസമായി ഇപ്പോൾ വിളിച്ചിട്ടും ഒന്ന് വിളിച്ചു നോക്കാം, പഠിപ്പും കാര്യങ്ങളൊക്കെ എന്തായി നാവോ. പിന്നെ എനിക്ക് ചെറിയൊരു പൂതി ഉണ്ടേനും ഓളൊന്ന് ഡ്രൈവിങ് പഠിക്കണം എന്നുള്ളത്. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ സുഖമാണല്ലോ, ഈ ബസ്സിനും ഓട്ടോറിക്ഷയ്ക്കൊന്നും പോകേണ്ട ആവശ്യമില്ലല്ലോ. അവനാർക്കൊരു ചെറിയൊരു സ്കൂട്ടിയെങ്കിലും ഓടിക്കാൻ കഴിഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ ഈ കണ്ണി കണ്ട ആണുങ്ങളപ്പം പോകാനും വരാനും നിൽക്കണ്ടല്ലോ. അവനാർക്ക് ക്ലാസ്സിന് നേരാകുമ്പോൾ പോവുകയും ചെയ്യുക, വിടുമ്പോൾ വരും ചെയ്യുക, ആരും കാത്തുക്കാനും നിൽക്കണ്ട, ഒരാളെ പേടിച്ചും വേണ്ട. അങ്ങനെ കായ് കിട്ടിയ വലിയ കാര്യമായിരുന്നു. എന്തായാലും ഓളോടൊന്ന് വിളിച്ച് പറയണം വേഗം ഒന്ന് ചേരാൻ. ഇപ്പം ആണെങ്കിൽ ഡ്രൈവിംഗ് സ്കൂളിൽ എന്തൊക്കെ നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ കൂടുതലാണെന്നോ അങ്ങനെ ഇങ്ങനെ പേപ്പറിലൊക്കെ കാണാം. ഇവിടെ ഇപ്പം അതിനാരും ലൈസൻസ് എടുക്കാനൊന്നും പോയിട്ടുമില്ലല്ലോ. അതിൻ്റെ ശേഷം ഉമ്മ ഓരോന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോഴതാ ഷമ്മാസ് കടന്നു വരുന്നു. ഉമ്മ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. അല്ല മോനെ, ഇന്നത്തെ കുറച്ച് നേരം വൈകിയോ? ഉമ്മ ഇന്ന് കുറച്ച് സ്റ്റോക്ക് ഇറക്കാനുണ്ടായിരുന്നു, അപ്പോൾ പിന്നെ അതിൻ്റെ കുറച്ച് തിരക്കും കാര്യങ്ങളും. അല്ലുമ്മ എന്തായിരുന്നു, വലിയ ആലോചനയിലായിരുന്നല്ലോ, എന്തു പറ്റി? ഒന്നുമില്ല മോനെ, എനിക്ക് പെണ്ണിനെന്നേ വിളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ ദിവസമായി ഇപ്പോൾ കാത്തു. ഞാൻ അങ്ങനെ വിചാരിക്കണം ഓളെ കാര്യം, ഓൾക്കൊരു വണ്ടിയൊക്കെ ഒന്ന് എടുത്ത് കൊടുത്താൽ നല്ല സൗകര്യമായിരുന്നു. ഉമ്മ നിങ്ങൾ എന്തൊക്കെയാണ് പറയണത്? നിങ്ങളെ ആഗ്രഹം എന്തായാലും ചില്ലറല്ല കേട്ടോ. എന്തായാലും ഇങ്ങനത്തെ ഒരു അമ്മായിമാനെ കിട്ടിയത് ആ പെണ്ണിൻ്റെ ഭാഗ്യം. മോനെ ആ സ്ഥാനം ഇതൊക്കെ കഴിഞ്ഞില്ലേ, എൻ്റെ മോനോൾ ഒഴിവാക്കിയില്ലേ, ഇനി ഓളെ അമ്മായിമ്മ എന്ന് പറഞ്ഞ് നിൽക്കാൻ എനിക്ക് പറ്റൂരല്ലോ. ഒക്കെ പഴയതായില്ലേ, ഇനി ഓൾക്കൊക്കെ പുതിയത് വരൂലേ, നമ്മളൊക്കെ മറക്കും, നമ്മളൊന്നും വേണ്ടി വരില്ല. നല്ലൊരു പെൺകുട്ടിയായിരുന്നത്. മനസ്സൊക്കെ വല്ലാത്തൊരു ഖേദമുണ്ട് ഇപ്പോഴും. ഓൾക്കൊന്ന് വിളിക്കണം വിളിക്കണം വിചാരിച്ച് നിൽക്കുകയാണ്, എന്നും വിളിക്കണം വിചാരിക്കും. പിന്നെ ഇപ്പോൾ ഉമ്മയുടെ സംസാരം കേട്ടുകൊണ്ട് ഷമ്മാസ് റൂമിലേക്ക് കയറിപ്പോയി. ഉമ്മാക്ക് ഏറ്റവും ഇഷ്ടം ആരുമില്ലാത്ത സമയത്ത് വിളിക്കുന്നതാണ്. അതുമല്ല, കെട്ടി ഒഴിവാക്കിയ പെണ്ണിനല്ലേ വിളിക്കുന്നത്, അതാർക്കും വല്ലാതെ പറ്റുന്നുണ്ടാവില്ല. ഫൈസൽ കേട്ടാലും പ്രശ്നമാണ്, ഓൻ്റെ പെണ്ണുങ്ങൾ ഷാനി കേട്ടാലും പ്രശ്നമാണ്. ഇനിയിപ്പോൾ നവാസും പെണ്ണുങ്ങളും, നവാസിന് വലിയ കുഴപ്പമില്ല, പക്ഷേ നവാസിൻ്റെ പെണ്ണുങ്ങൾ അത് അതിലേറെ പ്രശ്നക്കാരിയാണ്. ഇപ്പോഴും ഒഴിവാക്കിയ പെണ്ണിനായിട്ട് ഉമ്മാക്ക് ബന്ധമുണ്ടെന്ന് നേരിട്ട് ഫൈസലിനോട് വിളിച്ച് പറയും, അതും ബേജാറാണ്. എന്നാൽ പിന്നെ ഓനക്ക് മതി എൻ്റെ നേർക്ക് ഇളകാൻ. ഉമ്മ ഫോൺ എടുത്തുകൊണ്ട് അടുക്കള ഭാഗത്തെ ആ പച്ചക്കറിയിലേക്ക് ഇറങ്ങി. അവിടെ ഉമ്മ കുറച്ച് മുളകും കുറച്ച് വെണ്ടയ്ക്കയും തക്കാളിയും പയറുമെല്ലാം അവിടെ നട്ടിരുന്നു. അതിൽ നിന്ന് കുറേശ്ശെയൊക്കെ ഉമ്മ എടുത്ത് ഉപയോഗിക്കാറുമുണ്ട്. അത് ഉമ്മാക്കൊരിഷ്ടമാണ്, ഉപ്പയുടെ ശീലമാണ് അതെല്ലാം. ചെറിയൊരു അടുക്കളത്തോട്ടം, വീടിൻ്റെ മുമ്പിലൊരു പൂന്തോട്ടം. ഷമ്മാസിന് ചെറിയ രീതിയിൽ അതിനൊക്കെ താല്പര്യമുണ്ട്, അവന് വരും. എന്നാലും ഉമ്മാക്ക് അതൊക്കെ ഒരു പൂതിയാണ്. ഇടയ്ക്കിടയ്ക്ക് ആ പൂന്തോട്ടത്തിലൊക്കെ പോയി ഒന്ന് ആ ചെടികളൊക്കെ ഒന്ന് നോക്കുക, സംരക്ഷിക്കുക. അതുപോലെ ആ പച്ചക്കറിയൊക്കെ ഒന്ന് അതിന് മണ്ണിട്ടെടുത്തിട്ടും അത് മൂപ്പാവുമ്പോൾ പറിച്ചെടുത്തിട്ടും അങ്ങനെയൊക്കെ. ആ പച്ചമുളകൊക്കെ കൈകൊണ്ട് നട്ടുപിടിപ്പിച്ചതാകുമ്പോൾ അതിൽ നിന്ന് നുള്ളി എടുക്കുമ്പോഴേ അത് വല്ലാത്തൊരു റാഹത്ത് തന്നെയാണ്. ഉമ്മാക്ക് അതൊക്കെ വലിയ ഇഷ്ടമാണ്. ഉമ്മ ഫോൺ എടുത്തുകൊണ്ട് അതാ പച്ചക്കറി തോട്ടത്തിലേക്ക് നടക്കുന്നു. ചുറ്റുഭാഗത്തും ആരുമില്ല എന്നുറപ്പാക്കുന്നു. ഉമ്മ ഫോൺ ചെയ്യുന്നു. നുസൈബാക്ക് ഫോൺ ബെല്ലടിക്കുന്നുണ്ട്. നുസൈബ അതാ ഫോണിലേക്ക് നോക്കുന്നു. ആരാണ് വിളിക്കുന്നത്? ആ ഉമ്മയാണ്. ഹലോ അസ്സലാമു അലൈക്കും ഉമ്മ. മോളെ നുസിയേ. വലൈക്കും അസ്സലാം. എന്തൊക്കെ എൻ്റെ കുട്ടീൻ്റെ വർത്താനം? ഉമ്മ അൽഹംദുലില്ലാ സുഖമാണ്.
എന്തൊക്കെ വീട്ടിലത്തെ വർത്താനം ഉമ്മാക്കും ഉപ്പാക്കൊക്കെ എങ്ങനെയുണ്ട്? ഉമ്മാക്കും ഉപ്പാക്കൊന്നും കുഴപ്പമൊന്നുമില്ല. അല്ല, ഇപ്പം പണിക്ക് പോകലുണ്ടോ? ഉമ്മ അന്ന് അതിനുശേഷം കുറേ ദിവസം ഉപ്പ ലീവ് എടുത്ത് റെസ്റ്റ് എടുത്തു. ഇപ്പോൾ കൈകളിലെ മുറിയൊക്കെ മാറി ഇപ്പോൾ പണിക്ക് പോകാൻ തുടങ്ങിയിട്ടുണ്ട്. മാഷാ അല്ലാ. അല്ല മോളെ, എന്തായി പഠനമൊക്കെ? എക്സാം ആയോ? ഉമ്മ, എക്സാം ചില കാരണം കൊണ്ടൊക്കെ നീണ്ടതായിരുന്നു, അതുകൊണ്ട് ഒന്നുകൂടി ശരിക്കും പഠിക്കാനായി. ഇനി മോളെ പെട്ടെന്ന് നല്ല രീതിയിൽ ശ്രദ്ധിക്കണം കേട്ടോ. എനിക്കൊരു പ്രതീക്ഷ ഉണ്ട് അന്നിൽ. എൻ്റെ കുട്ടി MBBS ആയി ഇറങ്ങാനുള്ളതാണ്. അതിൻ്റെ കണ്ണുകൊണ്ട് കാണണം. ഈ വീട്ടുകാർ മുഴുവനും അത് കാണണം. നിന്നെ ശകാരിച്ച, നിന്നെ കളിയാക്കിയ, നിന്നെ പൊട്ടത്തിയാക്കിയ അവരൊക്കെ അത് കണ്ട് ഞെട്ടണം. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഉമ്മ, അങ്ങനെയൊന്നും ആഗ്രഹിക്കണ്ട. എന്തായാലും ഇൻഷാ അല്ലാ ഞാൻ റാങ്ക് നേടിയെടുക്കും എന്നുള്ള കാര്യം എനിക്ക് അറിയാം. എൻ്റെ ഈ ഒരു കാഴ്ചപ്പാടിൽ ഇതുപോലെ പോവുകയാണെങ്കിൽ ഓക്കെ. ഇനിയിപ്പോൾ ക്വസ്റ്റ്യൻസൊക്കെ മാറി വന്ന് അങ്ങനെയാണെങ്കിൽ എല്ലാം പഠിച്ചതിൻ്റെ അടുത്ത് അള്ളാഹു കാക്കട്ടെ. പിന്നെ ഉമ്മ, പഴയതൊന്നും ഞാൻ ഓർക്കുന്നില്ല. ശരിയാണ്, ഞാൻ കുറച്ചൊക്കെ ബുദ്ധിമുട്ടായിട്ടുണ്ട്. പക്ഷേ അതൊക്കെ എൻ്റെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോയി. അതൊന്നും ഇപ്പോൾ ഒന്നുമില്ല. ആരോടും എനിക്ക് ദേഷ്യമില്ലുമ്മ. എനിക്ക് ഫൈസൽ ഖാനോടും ഫൈസൽ ഖാൻ്റെ പുതിയ ഭാര്യ ഷാനിത്തയോടും ഒന്നും എനിക്ക് ദേഷ്യമില്ല. മോളെ, നീ എങ്ങനെ ഇതൊക്കെ പറയുന്നു? ഉമ്മ, അതൊക്കെ അന്നങ്ങനെ കഴിഞ്ഞു പോയില്ലേ എന്ന് കരുതി കാലാകാലം അവർക്കെതിരെ ദുആ ചെയ്യാൻ എനിക്കിഷ്ടമല്ല. അങ്ങനെ ഞാൻ ചെയ്യൂല. എല്ലാവരും അങ്ങനെ ചെയ്യും, പക്ഷേ ഞാനത് ചെയ്യില്ല. അവർക്കൊക്കെ അറിവില്ലായ്മ കൊണ്ടാണ് എന്നെ ഇങ്ങനെ ഉപദ്രവിച്ചതൊക്കെ. ഫൈസൽക്കാക്കൊക്കെ പുറത്തു കൊടുക്കട്ടെ പഠിച്ചോന്. അറിവില്ലായ്മ കൊണ്ടല്ലേ അങ്ങനെയൊക്കെ ചെയ്തത്. മോളെ, നിൻ്റെ മനസ്സ് വല്ലാത്തൊരു മനസ്സ് തന്നെയാണ്. നീ എന്താ മോളെ എങ്ങനെ ആയിപ്പോയത്? ആരെങ്കിലും ഇങ്ങനെയൊക്കെ ദുആ ചെയ്യോ? ഉമ്മ, അതല്ലേ എനിക്ക് ഇപ്പോഴും ആ വീട്, ഉമ്മ, അതൊക്കെ എൻ്റെ നെഞ്ചിൽ ഇപ്പോഴും ഉണ്ട്. അതെനിക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. സത്യമായിട്ടുമ്മ, ഇനിയിപ്പോൾ വേറൊരു വിവാഹം ശരിയാവുകയാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ. ആദ്യത്തേത് എന്നും ആദ്യത്തേത് തന്നെയല്ലേ. പക്ഷേ ഫൈസൽക്കയെ മാത്രം ഞാൻ ഇപ്പോൾ ആ രീതിയിൽ ഓർക്കുന്നില്ല. അതെ, എനിക്ക് ഭർത്താവുണ്ടായിരുന്നു ആദ്യം. പക്ഷേ അദ്ദേഹത്തിൻ്റെ സുഖത്തിനനുസരിച്ച് ജീവിക്കുന്നു. ഇപ്പോഴെനിക്ക് ഖേദമില്ല അതിലൊന്നും. ചെറിയൊരു വേദന ആദ്യമൊക്കെ ഉണ്ടായിരുന്നു, മറക്കാൻ ഞാൻ കുറേ പ്രയാസപ്പെട്ടിരുന്നു. ഇപ്പോൾ അതൊന്നുമില്ല ഉമ്മ. ഇപ്പോൾ റാഹത്തായി. മോളെ, സത്യം പറഞ്ഞാൽ നിൻ്റെ വാക്കുകൾ കേൾക്കുമ്പോഴേ എൻ്റെ കണ്ണുകൾ നിറയണേ. എനിക്ക് നഷ്ടപ്പെട്ട ഒരു മകളാണ് നീയെ. ഒരിക്കലും നീ എൻ്റെ മരുമകളായിരുന്നില്ല, എൻ്റെ സ്വന്തം മകള്. ഞാൻ പ്രസവിച്ച മകളെ പോലെ തന്നെയാണ് നീയെ. ഞാൻ പെറ്റ മകള് ഒന്നിവിടെ ഉണ്ടല്ലോ, സാജിദ. പക്ഷെ അവൾക്ക് പോലും നിൻ്റെ അത്ര സ്നേഹവും കരുണയും എന്നോട് തോന്നിയിട്ടില്ല. അതൊക്കെ പകരമായി നിന്നെ എനിക്ക് പഠിച്ചോൻ തന്നതാണ്. മോളെ, എന്തായി എൻ്റെ മോളുടെ കല്യാണത്തിൻ്റെ കാര്യമൊക്കെ? സത്യം പറഞ്ഞാൽ എനിക്ക് വിഷമമാണ് മോളെ. ഞാൻ എന്നോടൊരു കാര്യം പറയട്ടെ? എന്തോ ഉമ്മ? അത് മോൾക്ക് എനിക്കറിയാം, ഒരിക്കലും മോൾക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നുള്ളത്. എൻ്റെ മനസ്സിലത്തെ ആഗ്രഹം കൊണ്ടാണ് ഞാനത് പറഞ്ഞത്. എന്തുമ്മ? അത് മോളെ, എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. നമ്മളെ ചെറിയ മോണ്ടല്ലോ, ഫൈസലിൻ്റെ ചെറിയ അനിയനെ, അതെ, അവനക്കും വേണം ഒരു കല്യാണം. കെട്ടാൻ പ്രായമായി തുടങ്ങിയിരിക്കണ്. പലരും 22-ലൊക്കെ കെട്ടൂലേ, ഇപ്പോൾ 24 ഇനിയിപ്പോൾ 25-ൻ്റെ അപ്പുറമൊക്കെ പോകണ് ശരിയല്ലല്ലോ. നമ്മുടെ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക 25. അപ്പോൾ ഇനി അതിൻ്റെ അപ്പുറം കിടക്കാൻ പറ്റില്ല. ഇപ്പോൾ 24. ഇനിയിപ്പോൾ ഒരു പെണ്ണിനെ ഓൻക്കും വേണം. ഉമ്മ, നല്ലൊരു പെൺകുട്ടിയെ തന്നെ കിട്ടട്ടെ, ഹൈറായ പെൺകുട്ടിയെ കിട്ടട്ടെ. മോളെ, അവന് എൻ്റെ എല്ലാ മക്കളെ അപേക്ഷിച്ച് എല്ലാം കൊണ്ടും നല്ലൊരു കുട്ടിയാണ്. ഉമ്മ, സത്യം പറഞ്ഞാൽ ആലോചിക്കുമ്പോഴൊക്കെ സങ്കടമാണ്. അതിലൊക്കെ ഞാൻ കൂടേണ്ടതല്ലേ, പക്ഷേ എനിക്കതിനുള്ള ഭാഗ്യമൊന്നുമില്ല. സാരമില്ല ഉമ്മ, നിങ്ങൾക്ക് നല്ലൊരു മരുമകൾ കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ ഞാൻ ദുആ ചെയ്തോളാം. മോളെ, ഞാൻ ഒരു കാര്യം ഓനോട് പറഞ്ഞിരുന്നു. എന്ത് കാര്യം? അല്ലേ, ഞാൻ മോളുടെ കാര്യം പറഞ്ഞിരുന്നു. എൻ്റെയോ? അതെന്തോ ഉമ്മ? അല്ലേ, ഞാൻ പറഞ്ഞു
എൻ്റെ കാര്യങ്ങളൊക്കെ ഓനോട്. അപ്പോൾ ഓന് ഉമ്മ നിങ്ങൾ എന്താ പറഞ്ഞത്? വിരോധമില്ലെങ്കിൽ ഫൈസൽ കെട്ടിയ പെണ്ണിനെ തന്നെ ഞമ്മക്കാണ് നോക്കിയാലോ? പഠിച്ചോനെ ഉമ്മ നിങ്ങൾ എന്താണ് പറഞ്ഞത്? അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ലായിരുന്നു. അല്ല, ഒരിക്കൽ പോലും എൻ്റെ നെഞ്ചിൽ എൻ്റെ മനസ്സിൽ ഞാനത് വിചാരിച്ചിട്ടുണ്ടല്ല. അയ്യേ, അത് എൻ്റെ അനിയനല്ല ഉമ്മ, എൻ്റെ അനിയനെ പോലെ തന്നെയല്ലേ. പ്രായം കൊണ്ട് 2-3 വയസ്സിന് മൂത്തതാണെങ്കിലും അവന് എൻ്റെ അനിയനെ പോലെയല്ലേ. ഫൈസൽ ഖാൻ്റെ അനിയൻ എൻ്റെ അനിയനല്ലേ. ഉമ്മ എന്തൊക്കെയാണ് പറയുന്നത്? എന്തൊക്കെ ഞാൻ ചിന്തിക്കാത്ത കാര്യം. മോളെ നീ ചിന്തിച്ചിട്ടുണ്ടാവില്ല, പക്ഷേ ഞാനത് ചിന്തിച്ചിരുന്നു. ഉമ്മ പ്ലീസ് അങ്ങനെയൊന്നും പറയല്ലേ കേട്ടോ. എന്തൊരു മോശമാണത്. ഒന്നുമില്ലെങ്കിൽ പാവം ആ കുട്ടി എന്തായിരിക്കും വിചാരിക്കുക? ഓൻ വിചാരിക്കൂലേ ഉമ്മാക്ക് എന്താ ഇങ്ങനെയൊക്കെ തീരെ കെട്ടാത്ത ഒരു ചെക്കനെ കെട്ടിച്ച് ഒരു പെണ്ണിനെ കല്യാണം കഴിക്കാന്നൊക്കെ പറയുമ്പോൾ അയ്യേ ഉമ്മ അത് തമാശ പറഞ്ഞാണെന്ന് പറഞ്ഞാലിട്ടോ മോശമാണ്. അയ്യേ മോളെ അതൊക്കെ ഞാൻ പറഞ്ഞു, പക്ഷെ ഓന് ഉമ്മ ഇനിയൊന്നും പറയണ്ട. എനിക്ക് എങ്ങനെയാണ് ഇനിയിപ്പോൾ അഥവാ ഇനിയിപ്പോൾ കാണേണ്ട അവസരം വരികയാണെങ്കിൽ എങ്ങനെ ഞാൻ മുഖത്ത് നോക്കുക? ഒരിക്കലും ഉമ്മ അങ്ങനെയൊന്നും വിചാരിക്കരുത്. സ്വന്തം എൻ്റെ അനിയനെ പോലെയാണ് ഞാൻ ഇക്കാൻ്റെ അനിയനെ കണ്ടത്, പിന്നെ എങ്ങനെ മറ്റൊരു രീതിയിൽ കാണുക? ഹൈ ഉമ്മ ഒരിക്കലും അങ്ങനെ പറയരുത് കേട്ടോ പ്ലീസ്. മോളെ എൻ്റെ ആഗ്രഹം കൊണ്ടല്ലേ നിന്നെ ഈ വീട്ടിലേക്ക് എങ്ങനെയെങ്കിലും എത്തിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. ഉമ്മ എനിക്ക് മനസ്സിലാണ്ട് നിങ്ങളെ അവസ്ഥ. എന്തായാലും ഉമ്മാക്ക് വേണ്ടി എന്നും ഞാൻ ദുആ ചെയ്യണുണ്ട്. മോളെ ഞാനങ്ങനെ പറഞ്ഞത് തെറ്റായിപ്പോയെങ്കിൽ ക്ഷമിക്കണം. എൻ്റെ മനസ്സത്തൊരാഗ്രഹം കൊണ്ട് പറഞ്ഞതാ, ഈ പുറത്തേക്ക് പോരുതെന്ന് കരുതിയിട്ട് പറഞ്ഞതാ, വേറെ ഒന്നും ഉണ്ടായിട്ടല്ല കേട്ടോ. ഉമ്മാൻ്റെ ഓരോ പൂതിയേ സാരല്ല ഉമ്മ, ഉമ്മാൻ്റെ ആഗ്രഹം അങ്ങനെയൊക്കെ. അത് കാരണം ഇങ്ങനെ ആകുമ്പോഴേ നമ്മൾ തീരെ വിചാരിക്കാത്തൊരു സംഭവമാണ്. ജ്യേഷ്ഠത്തിന് അനിയൻ കല്യാണം കഴിക്കുക എന്ന പോലെ ആവും. വയസ്സുകൊണ്ട് ഞങ്ങൾ മാറ്റമുണ്ടെങ്കിലും സ്ഥാനം കൊണ്ട് അങ്ങനെയാണല്ലോ. ഒന്നുമില്ലെങ്കിൽ ഞാൻ അവരെ ഏട്ടത്തിയമ്മ പോലെ തന്നെയല്ലേ. ആ സാരല്ല മോളെ, പറയാനുള്ളത് പറഞ്ഞു. ഉമ്മ അവനോട് അറിയാതെ വെറുതെ പറഞ്ഞാണെന്ന് പറയണം കേട്ടോ. മോശമാണ്, എന്തെങ്കിലും തെറ്റിദ്ധരിക്കും. ഹേയ് ഇല്ലടേ, അത് എൻ്റെ മോനെ ഞങ്ങളെന്തോ അങ്ങോട്ടും കൊണ്ടും പറയണതാണ്, ഞാൻ വെറുതെ തമാശ പറഞ്ഞാന്ന് ഓൻ വിചാരിച്ചോളൂ. അല്ല മോളെ എന്താ ഇവിടെ കുട്ടികൾ ഒച്ചപ്പാടെ കേൾക്കണേ? ഈ അവിടെ വീട്ടിൽ തന്നെയല്ലേ? ഉമ്മ ഞാനിപ്പോൾ തറവാട്ടിലാണ്, തറവാട്ടിലേക്കാണ് ക്ലാസ് കഴിഞ്ഞ് വന്നത്. അതെന്ത് മോളെ? ഉമ്മ വെള്ളിമാക്കേ സുഖല്ല, അത് സോഡിയം കുറഞ്ഞതോ എങ്ങനെ എന്തായിട്ട് തളർച്ചയൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിലാണ്. അപ്പോൾ ഇന്നലെ കൊണ്ടുപോയതാണ്. ഇന്നലെ ഇപ്പോൾ ഉമ്മയും ഉപ്പയും ഒക്കെ അവിടെയാണ്, എളാപ്പി അവിടെ തന്നെയാണ്. ഇവിടെ എളാമാൻ്റെ അടുത്ത് കുട്ടികൾ തന്നെ ഉള്ളൂ. അപ്പം ഞാനും അനിയത്തിമാരും ഇവിടേക്ക് പോന്നിക്കാണ്. മോളെ നിങ്ങളെല്ലാവരും കൂടി അവിടെ പോയാൽ ബുദ്ധിമുട്ടാവൂലേ? ഇല്ലമ്മ, അതിനുള്ള ഒക്കെ ഇപ്പോൾ വാങ്ങി തന്നിട്ട് തന്നെയാണ് പോയിട്ടുള്ളത്. അല്ല എളാപ്പാക്കും കൂലിപ്പണി തന്നെയല്ലേ? ആ എളാപ്പാക്കും അത് തന്നെയാണ്. ഇപ്പോൾ പിന്നെ ആർക്കും പണിക്ക് പോകാൻ പറ്റില്ലല്ലോ, എല്ലാവരും ലീവ് എടുത്ത് ഉമ്മമ്മാൻ്റെ ഒപ്പം തന്നെയാണ്. ഉമ്മമ്മാൻ്റെ അസുഖം മാറിയിട്ട് അവർ വരുള്ളൂ. മോളെ ഏതോ ഹോസ്പിറ്റലിലാണ്? അന്ന് ഉപ്പയൊക്കെ കാണിച്ച് ആ ഹോസ്പിറ്റലിൽ തന്നെയാണ്. മോളെ കയ്യിൽ പൈസ വല്ലതുണ്ടോ? കഴിഞ്ഞിക്കണോ? ഇപ്പോൾ കുറേ ആയില്ലേ? ഉമ്മ അതുണ്ട്, അതിൻ്റെ കയ്യിൽ ഉമ്മ തന്നതുണ്ട്. അല്ലേ എന്തുണ്ടെങ്കിലും പറയണം കേട്ടോ. ഇനിയിപ്പോൾ എളാപ്പാൻ്റെ അവിടെയൊക്കെ നിന്ന് ബുദ്ധിമുട്ടാവൂലേ ഈയും കുട്ടികളെല്ലാവരും കൂടി? അവർക്കാണെങ്കിൽ സാമ്പത്തിക ശേഷിയില്ല, എളാപ്പ പണിക്കും പോകുന്നില്ല. ഇപ്പോൾ ആ ഒരു അവസ്ഥയിൽ മോൾക്ക് ഞാൻ കുറച്ച് പൈസ അയച്ചു തരാം കേട്ടോ, ആരടുത്തെങ്കിലും കൊടുത്തേക്കാം. പിന്നെ മോളെ ഞാൻ ഒരു കാര്യം പറയണമെന്ന് എപ്പോഴും എന്നോട് വിചാരിക്കും. മോളൊന്ന് ഡ്രൈവിങ് പഠിക്കണത് നല്ലതായിരിക്കും കേട്ടോ. ഉമ്മ അത് നിങ്ങൾ ആദ്യം എന്നോട് പറഞ്ഞിരുന്നല്ലോ. മോളെ ശരിയല്ലേ? എനിക്ക് അങ്ങനെ ഇഷ്ടമല്ലേ? ആണുമ്മ, അത് പഠിക്കണം മോളെ, നമുക്ക് ആവശ്യമുള്ളതൊക്കെ നമ്മൾ പഠിക്കണം. എന്നാൽ ഇപ്പോൾ ഒരാൾ ആശ്രയിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല. എനിക്ക് പോവുക വരിക എന്ത് വേണമെങ്കിൽ ചെയ്യാലോ. പിന്നെ ബസ്സിനും കുത്തിത്തിരിക്കി കയറണ്ട, ഓട്ടോക്കും കയറണ്ട, അവനാൻ്റെ വണ്ടിയായിട്ട് അവനാൻ്റെ ഇഷ്ടം പോലെ അങ്ങനെ വരാൻ പോവാം. ഒരാളെയും പേടിക്കേണ്ട ആവശ്യമില്ല. അതാണ് ഞാൻ പറയണത്. അങ്ങനെയാണെങ്കിൽ ഉമ്മ എനിക്കൊരു വണ്ടി വാങ്ങിത്തരാം, എന്നാൽ പിന്നെ എനിക്ക് അതിമ പോവാലോ. രണ്ടും എടുത്തോട്ടോ, ലൈസൻസ് കാറിൻ്റെ എടുത്തോ സ്കൂട്ടിൻ്റെ എടുത്തോ, അതൊക്കെ ആവശ്യം വരും മോളെ. ഡോക്ടറായി ഇറങ്ങേണ്ടതാണ് എൻ്റെ മോള്.
കാറില്ലാത്ത ഡോക്ടർമാരുണ്ടാവുമോ? നുസൈബ അത് കേട്ട് ചിരിച്ചു. ഉമ്മ നിങ്ങൾ എന്തൊക്കെയാണ് പറയണത്? ഉമ്മാൻ്റെ ഒരു ആഗ്രഹങ്ങൾ. അല്ല മോളെ, ഞാൻ കാര്യമാണ് പറയണത്. പിന്നെ ആരാ ഇതിനൊക്കെ മുന്നിട്ടിറങ്ങുക? ഇപ്പോൾ പഠിക്കാൻ തന്നെ പോകാൻ തീരുമാനിച്ചിനോ? ഉമ്മ, സത്യമായിട്ടും എനിക്കതിനുള്ള ഭാഗ്യമില്ലാന്ന് ഞാൻ കരുതിയതാണ്. പിന്നെ ഉമ്മയുടെ സപ്പോർട്ടും ഉമ്മ തരുന്ന ക്യാഷും ഫീസും കൊണ്ടൊക്കെ അങ്ങനെ നടക്കുകയാണ്. മോളെ, അതിലൊന്നും നീ വിഷമിക്കണ്ട. പിന്നെ പറ്റുകയാണെങ്കിൽ ഡ്രൈവിംഗ് സ്കൂളിൽ പോയി ഒന്ന് ചേർന്നു കേട്ടോ. ആഴ്ച 2 ദിവസമെങ്കിലും പോകാൻ പറ്റുകയാണെങ്കിലും, അല്ലെങ്കിൽ വൈകുന്നേരം അവിടെ അടുത്തില്ലേ? ആ ഉമ്മ കുറച്ചങ്ങോട്ട് പോയിട്ട് അങ്ങാടിയിലുണ്ട്. എന്നാൽ ചേർന്നുകൊണ്ട് അഡ്വാൻസ് എത്ര പൈസ കൊടുക്കണമെന്ന് പറയണ്ടിട്ടോ. ഉമ്മ പൈസ വിട്ടരണ്ടേ. ഉമ്മ, അത് നീ ഉപ്പയോടും ഉമ്മയോടൊക്കെ ചോദിച്ചിട്ട് ആയിക്കോട്ടെ മോളെ, ഓലെ സമ്മതത്തോടൊക്കെ മതിയേ. ഉമ്മാൻ്റെ ഒരു ആഗ്രഹേ. എൻ്റെ കുട്ടി കുറേ ഇടങ്ങാറുണ്ട്, എനിക്കറിയാം. മഴക്കാലും പിന്നെ ബസ്സിന് കാത്തുക്കലും, ആ ബസ് സ്റ്റോപ്പ് വരെ എത്ര നടക്കാണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് നടക്കലും പിന്നെ തിരിച്ച് നടക്കലും ഒക്കെ ബുദ്ധിമുട്ടല്ലേ. ഒരു വണ്ടി ഉണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങിപ്പോവുക, പഠിക്കുന്നിടത്ത് എത്തുക, പിന്നെ തിരിച്ച് വീട്ടിലേക്കും പോരുക. അതൊക്കെ ഒരു സുഖമുള്ള പരിപാടി തന്നെയല്ലേ. അപ്പോളേ നുസൈബ മോളെ, ഞാൻ പറഞ്ഞ പോലെയൊക്കെ ചെയ്തുകൊണ്ടിട്ടോ. എൻ്റെ നന്മക്കും വേണ്ടി ഉമ്മ പറയണത്. എനിക്ക് ഇന്നല്ലെങ്കിലും നാളെ ഉപകാരപ്പെടുമല്ലോ. ആയിക്കോട്ടെ ഉമ്മ, എന്നാൽ ശരി കേട്ടോ. പിന്നെ അന്ന് ഉപ്പ കിടന്ന ഹോസ്പിറ്റലിൽ തന്നെയല്ലേ ഉമ്മമാനെയും കൊണ്ടേക്കണേ? ആ ഉമ്മ, എങ്ങനെയുണ്ട് നാവല്ലേ? കുറച്ച് കുറവുണ്ട്. എന്നാലും ഇപ്പോൾ കുറച്ചൊക്കെ പ്രായമായതല്ലേ. അപ്പോൾ ഗ്ലൂക്കോസ് എടുത്തിട്ടില്ല. പിന്നെയെന്ന് വെച്ചാൽ ഒന്നും ഭക്ഷണം കഴിക്കുന്നൊന്നുമില്ല. വല്യമ്മ കുടിക്കണ നല്ല നേരത്തെ കുടിച്ചതിൻ്റെ ആളായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് തീരെ 2 ദിവസമായിട്ട് അതിന് വയ്യാതായപ്പോഴേ അതാണ് ഇതൊക്കെ കുറഞ്ഞത്. പഠിച്ചവൻ പെട്ടെന്ന് ഷിഫ നൽകട്ടെ. വയസ്സായവരും കുട്ടികളൊക്കെ വീട്ടിലുണ്ടാണ്, ബർക്കത്താണ്. അവരൊക്കെയാണ് പോയി കഴിഞ്ഞാൽ അതിൻ്റെ വില അറിയുള്ളൂ. എന്തായാലും പഠിച്ചവൻ കാക്കട്ടെ. മോളെ, എന്നാൽ ശരി കേട്ടോ. ആ ഉമ്മ, മോളെ കാണാൻ പൂതിയുണ്ട്. എന്തപ്പോൾ ചെയ്യുക? ഇവിടെ നിന്ന് അങ്ങോട്ട് പോരുക എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് റിസ്ക് തന്നെ. പിന്നെ ഇപ്പോൾ മോനോ ഒഴിവുള്ളപ്പോഴേ അത് നടക്കുള്ളൂ. ഓനാണെങ്കിൽ ഇപ്പോൾ തിരക്കാണെങ്കിൽ കുറച്ച്. ഉമ്മ, ഇൻഷാ അല്ലാ, സ്നേഹം മനസ്സിലുണ്ടല്ലോ. നമുക്ക് പറ്റുകയാണെങ്കിൽ ഇൻഷാ അല്ലാ എന്തെങ്കിലും കാണാം. നുസൈബയുടെ കണ്ണുകൾ നിറയുകയാണ്. മോളെ, ഈ സങ്കടപ്പെടല്ലേ. എനിക്കൊന്നും പറയാനില്ല. എൻ്റെ കുട്ടി നല്ല രീതിയിൽ പഠിക്കുക, റാങ്ക് വാങ്ങുക, MBBSന് ചേരുക, അതന്നെ. എന്നിട്ട് നല്ല രീതിയിൽ ഡോക്ടറായി ഇറങ്ങുക. അത് മാത്രമാണ് എൻ്റെ മനസ്സിലത്തെ ചിന്ത. അതിനു വേണ്ടി പഠിച്ചവനോട് ഞാൻ ദുആ ചെയ്യുന്നുണ്ട്. ഉമ്മ ഫോൺ ചെയ്യുന്നതെല്ലാം ഒരാൾ അവിടെ നോക്കി നിന്ന് കാണുന്നുണ്ടായിരുന്നു. അത് മറ്റാരുമല്ല, അതെ, നവാസിൻ്റെ ഭാര്യ ഫസീല. ഉമ്മ ഫോൺ കട്ട് ചെയ്ത് തിരിഞ്ഞത് നേരെ അവളുടെ മുഖത്തേക്ക്. ഉമ്മയുടെ മുഖം വല്ലാതെയായി. അല്ലമ്മ, കുറേ നേരമായല്ലോ. നിങ്ങൾ ആർക്കേനെ വിളിച്ചിട്ടത്? ആരാണ്? ഡോക്ടറാണത്. ഡോക്ടറൊക്കെ ആവാൻ നമ്മളടുത്ത് കുട്ടികളുണ്ട്. അതിപ്പോൾ ആരാ ഏതാ എന്താന്നൊക്കെ നിങ്ങളോടിപ്പോൾ പറഞ്ഞിട്ടിപ്പോൾ എന്താ? നിങ്ങൾക്ക് മനസ്സിലാവുമോ? മനസ്സിലാവുകയൊക്കെ ചെയ്യും. നിങ്ങൾ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും മനസ്സിലാവും. അല്ല, എന്ത് നിങ്ങളുടെ ഉദ്ദേശം? കെട്ടിച്ചൊഴിവാക്കിയ പെണ്ണുങ്ങൾക്ക് പിന്നെയും വിളിക്കുന്നത് ശരിയാണോ? ഫസീലയുടെ ആ ഒരു വാക്ക് കേട്ട് ഉമ്മാക്ക് എന്ത് പറയണമെന്നായിപ്പോയി. അതെന്താ? കെട്ടിച്ചൊഴിവാക്കിയെന്ന് വിചാരിച്ചിട്ട് ഓളെന്താ എൻ്റെ മരുമകൾ സ്ഥാനത്തുനിന്ന് പോവോ? ഉമ്മ തിരിച്ചും ചോദിച്ചു. അതെ, അത് പിന്നെ ഇങ്ങനെ പോവാതിരിക്കും. അവളൊക്കെ വേറെ ഏതോ വീട്ടിലേക്ക് പോകേണ്ട പെണ്ണാണ്. നിങ്ങളെന്തിനാ പിന്നെയും ഇങ്ങനെ വിളിക്കുന്നത്? അല്ല ഫസീല, ഞാൻ വിളിച്ചോന്ന് വിചാരിച്ചിട്ട് എനിക്കിപ്പോൾ എന്താ? എൻ്റെ ഫോൺ കൊണ്ട് ഞാൻ വിളിച്ചോ? ഞാൻ എൻ്റെ ഫോൺ കൊണ്ട് എൻ്റെ പൈസക്കല്ല ഞാൻ വിളിച്ചത്. ആരെ ഫോൺ കൊണ്ടായാലും അല്ലെങ്കിലും നിങ്ങൾ ചെയ്യണൊക്കെ ഭയങ്കര ഇതാണ് കേട്ടോ. ഞാനൊക്കെ എത്രയേ ഗൾഫിൽ പോയി നിൽക്കണേ. ഇങ്ങനൊരു വിളി നിങ്ങൾ എനിക്ക് വിളിക്കലുണ്ടോ? എന്നോട് സംസാരിക്കലുണ്ടോ? ഇതിപ്പോൾ ഒഴിവാക്കിയ ഓളോടാണ്. ഷാനിനോട് നിങ്ങളിങ്ങനെ സംസാരിക്കലുണ്ടോ? എന്തോ ഒരു സ്നേഹത്തിലെ വർത്താനം. ഡ്രൈവിങ് പഠിക്കേ, എന്തൊക്കെയാണ് എൻ്റെ ഇടയിൽ കൂടെ പറയണത്? അല്ല ഫസീല, ഞാൻ ഓൾക്ക് വിളിച്ചു എന്ന് വിചാരിച്ചിട്ട് എന്താണ്? എനിക്കെന്താ ഓൾക്ക് വിളിക്കാൻ പാടില്ലേ? വിളിക്കാൻ പ്രത്യേക കാരണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെ, ഇങ്ങളെപ്പോലെ ഒന്നല്ല ഓള് തികച്ചും വ്യത്യസ്തമാണ്. എന്നെ ഒരുപാട് വിഷമഘട്ടങ്ങളിൽ സഹായിച്ചതാണ് എൻ്റെ കുട്ടി. അതുകൊണ്ട് തന്നെ ആ കടപ്പാട് എനിക്ക് എപ്പോഴും ഉണ്ട് ഓളോട്. നിങ്ങൾക്ക് പിന്നെ അത് പറയാണ്ടാവും എളുപ്പം. വിഷമഘട്ടത്തിൽ സഹായിച്ചത്
കുടുങ്ങിയ നേരത്ത് എത്തിയത്. അങ്ങനെയൊക്കെ ഒരുപാട് പറയാണ്ടാവും. എന്നാലും നിങ്ങൾ ഈ ചെയ്തത് ശരിയായിട്ടില്ല. ഫൈസലിനോടെങ്ങാനും ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞാൽ ഫൈസലിൻ്റെ അടുത്ത് നിങ്ങൾക്ക് നല്ല ചീത്ത കിട്ടും. ഓൻ ചീത്ത പറഞ്ഞാലും ഇല്ലെങ്കിലും എനിക്കൊരു പേടിയില്ല. ഞാൻ വിളിക്കും. അതിനിപ്പോൾ എന്താ? എന്നെ ആരും ചോദ്യം ചെയ്യാൻ വരണ്ട. ഫൈസലിനോടോ നവാസിനോടോ ഷമ്മാസിനോടോ ആരോട് വേണമെങ്കിലും ഈ പറഞ്ഞോ, എനിക്കൊരു പേടിയില്ല. എനിക്കിപ്പോൾ എന്താ, ഞാൻ എൻ്റെ ചിലവുമ്മലാണ് നിൽക്കുന്നത്, അല്ലാതെ നിങ്ങളൊന്നും കീഴിലൊന്നും. എന്തൊക്കെയാ അപ്പോഴത്തെ നിങ്ങൾ പറഞ്ഞത്? അഡ്വാൻസ് കൊടുക്കുക ഡ്രൈവിങ്ങിന്. എന്തൊക്കെയാണോ? അതെ ഫസീല, ഈ എൻ്റെ മരുമകളാണ്. എന്നെ ചോദ്യം ചെയ്യാൻ മാത്രം ഈ ആയിട്ടില്ല. പിന്നെ അതുമല്ല, എനിക്കിപ്പോൾ ഒരാളുടെ ഔദാര്യത്തിലും ഇന്നിവിടെ ജീവിക്കണ്ട. എനിക്ക് എൻ്റെ മുതൽ തന്നെ ഇഷ്ടം പോലെ ഉണ്ട്. എനിക്ക് എൻ്റെ അക്കൗണ്ടിലേക്ക് ഇതിൻ്റെ പൈസ ഇങ്ങോട്ട് വരുന്നുണ്ട്. അതിപ്പോൾ എൻ്റെ മക്കളോട്, എനിക്ക് 3 ആമക്കളും ഒരു പെണ്ണുണ്ട്. ഇതുവരെ ഒരു കുട്ടിനോടോ എടാ കുറച്ച് പൈസ താ, അല്ലെങ്കിൽ എനിക്ക് അത് വേണം ഇത് വേണം അങ്ങനെ എന്തെങ്കിലും ഒരു വാക്ക് ഞാൻ പറഞ്ഞിട്ടില്ല. അവർക്ക് ഞാൻ അങ്ങോട്ട് കൊടുക്കുക എന്നല്ലാതെ ഒരിക്കലും ഓൾത് ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. അപ്പം പിന്നെ എനിക്ക് എൻ്റെ ഇഷ്ടം പോലെ ഇഷ്ടമുള്ളവർക്ക് കൊടുക്കുക, എന്തും ചെയ്യാം. അതിന് ചോദ്യം ചെയ്യാനൊന്നും പറ്റൂല. ഉമ്മ, ബാപ്പ ഉണ്ടാക്കിയിട്ട് മുതലാണ് കേട്ടോ, എല്ലാവർക്കും അവകാശപ്പെട്ടാണ്. മോളെ ഫസീല, ഇജ ആരോടെ വർത്താനം പറയണത്? ബാപ്പ ഉണ്ടാക്കിയിട്ട് മുതൽ അത് മക്കൾക്ക് എല്ലാവർക്കും ഒരുപോലെ കിട്ടുന്നുണ്ട്. ഇത് ബാപ്പ ഉണ്ടാക്കിയിട്ടതല്ല കേട്ടോ, ഇത് എൻ്റേത് മാത്രമാണ്. എനിക്ക് മാത്രം അവകാശപ്പെട്ട മുതലിൻ്റെതാണിത്. എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് തന്നതും ഒക്കെ ആയിട്ടും എല്ലാം കൂടി അവിടെ വിറ്റ് ഇവിടെ സ്ഥലം വാങ്ങിയതും അതുപോലെ സ്ഥാപനങ്ങളും കാര്യങ്ങളും അതൊക്കെ അന്ന് തന്നെ എൻ്റെ പേരിലാക്കി വെച്ചിട്ടുണ്ട് എൻ്റെ ബാപ്പ. അയിമെന്ന് കിട്ടുന്ന ലാഭം അത് എനിക്ക് തന്നെയാണ് വരിക. അല്ലാതെ എൻ്റെ മക്കളപ്പാൻ്റെ മുതലുമ്മലൊന്നും എനിക്ക് തൊട്ട് കളിക്കേണ്ട ആവശ്യമില്ല. അത് എല്ലാ മക്കൾക്കും ഒരുപോലെ തന്നെ അങ്ങോട്ട് പോകണുണ്ട്. എന്ത് കാര്യമാണെങ്കിലും, പെട്രോൾ പമ്പിൻ്റെതാണെങ്കിലും തെങ്ങും തോട്ടത്തിൻ്റെ ആണെങ്കിലും എന്തൊരു സംഭവം അങ്ങനെ തന്നെ. എന്തൊക്കെയുണ്ട് അതൊക്കെ ബാപ്പാൻ്റെ മുതൽ മക്കൾക്ക് ഇതുവരെ ഞാൻ ഒറ്റയ്ക്ക് എടുത്തിട്ടുമില്ല. മക്കൾക്ക് ഒരുപോലെ ഉണ്ട് കൊടുക്കുകയാണ്. അതവർക്കണ്ട് കിട്ടുന്നുണ്ട്. പിന്നെ എനിക്ക് കിട്ടുന്ന പൈസ പറഞ്ഞാൽ അതെൻ്റെ സ്വന്തം മുതൽ തന്നെയാണ് മോളെ. അല്ലാതെ ആ ഒരു വാക്ക് കേട്ടപ്പോൾ ഫസീലയ്ക്ക് ഒന്നും മിണ്ടാറുണ്ടായിരുന്നില്ല. ഇത്രയൊക്കെ മുതലുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ഇതൊക്കെ ബാപ്പാൻ്റെ ആണെന്ന്. അപ്പോൾ എൻ്റെ ഇഷ്ടത്തിന് എൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ നമുക്ക് ഇഷ്ടപ്പെട്ടവർക്ക് കൊടുത്തു വിചാരിച്ചിട്ട് യാതൊരു കുഴപ്പമില്ല. അത് കേട്ട് ദേഷ്യത്തോടെ അതാ ഫസീല കയറിപ്പോകുന്നു നേരെ നവാസിൻ്റെ അടുത്തേക്ക്. എന്താടി നീ ഇങ്ങനെ മുഖം കൂർപ്പിച്ച് വന്നിരിക്കുന്നത്? അതേ, നിങ്ങളെ അമ്മ ഉണ്ടല്ലോ, എന്ത് ചെറ്റത്തിനെ കാണിക്കണേ? എന്താടി നിങ്ങളമ്മേ ആ ഫൈസൽ ഒഴിവാക്കിയ പെണ്ണിനെ വിളിക്കണേ, വിളിച്ച് വർത്താനം പറയലും ശൃംഗരിക്കലും എന്താണ് ഓലൊരു കൊഞ്ചലും കുഴയലും? എന്താ എനിക്ക് ഇത്ര ദേഷ്യം? അതും ഉമ്മാൻ്റെ ഇഷ്ടപ്പെട്ട മരുമകൾ എന്നുള്ള സ്ഥിതിക്ക് ഒരു വിളിച്ചോട്ടെ, അതിനെന്താ? അത് മാത്രമല്ല, നിങ്ങളിങ്ങനെ ഇവിടെ അങ്ങനെ പൊട്ടന്മാരായി നിന്നോളി. കുറേ പൈസ അതൊക്കെ അങ്ങോട്ടും കൊണ്ടും കൊടുത്തയക്കണൊക്കെ ഉണ്ട്. അതൊക്കെ എന്താ നിങ്ങൾക്ക് ചോദ്യം ചെയ്തൂടെ? എന്തിനു ചോദ്യം ചെയ്യണേ? ഉമ്മാൻ്റെ പൈസ ഉമ്മ കൊടുക്കണേന് ഇപ്പം എന്താ ഞങ്ങൾ ചോദ്യം ചെയ്യാനേ? അല്ലേ, അതൊക്കെ നിങ്ങൾക്കും അവകാശപ്പെട്ടല്ലേ? ഉമ്മാൻ്റെ പൈസ നിങ്ങൾക്ക് അവകാശപ്പെട്ടല്ലേ? നിങ്ങൾക്കും കിട്ടേണ്ടതല്ലേ അതിൻ്റെ ഓഹരിയും കാര്യങ്ങളൊക്കെ? അല്ലാതപ്പോൾ എന്താ ഫസീല ഈ പറയണത്? ഞമ്മക്കുള്ളത് നമ്മളെ ബാപ്പാൻ്റെ തന്നെ ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. ബാപ്പ മരണപ്പെട്ട ആ കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ അതൊക്കെ എല്ലാവരുടെ പേരിലും അങ്ങോട്ടാക്കി ആ ഒരു ക്യാഷൊക്കെ എല്ലാവർക്കും എല്ലായിടത്തുനിന്നും ബാങ്കിക്ക് ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ ഉമ്മാൻ്റെ മുതൽ എന്ന് വെച്ചാൽ ഉമ്മാക്ക് കുറേ ഉണ്ട്. അത് ഉമ്മാക്ക് മാത്രമാണ് ഇപ്പോൾ അവകാശപ്പെട്ടത്. മക്കൾക്ക് ഇഷ്ടമുണ്ടാകുമ്പോൾ കൊടുക്കും. അതൊക്കെ ഉമ്മാൻ്റെ ഇഷ്ടം പോലെയാണ് ഇപ്പോൾ. പിന്നെ കാലശേഷമൊക്കെയല്ലേ അത് അവകാശപ്പെട്ടതും അങ്ങനെയൊക്കെ ആകുക. ഇനിയിപ്പോൾ എന്നാന്നാവോ? എന്താ ഈ പറയണത്? എനിക്കെന്താ ഒന്നും പോരെ? ദേ ഫസീല, അനാവശ്യം പറയരുത് കേട്ടോ. ഞങ്ങളൊപ്പം പോയ വേദന ഞങ്ങൾക്ക് മാറിയിട്ടില്ല. ഒന്നുമല്ല, ഞാൻ എന്താ പറയണേ വെച്ചാൽ ആ ഫൈസലിൻ്റെ ആദ്യത്തെ പെണ്ണുങ്ങൾക്ക് ആ പെണ്ണിന് ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കലും എന്തൊക്കെ പരിപാടി അയച്ചു കൊടുക്കലൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട്. ആ എന്താ നിങ്ങൾക്കൊന്ന് എതിർത്തൂടെ പോയിട്ട്? അതൊന്നും നടക്കാൻ പറ്റാത്ത കാര്യമാണ്. ഒഴിവാക്കിയ പെണ്ണിനെ ഇങ്ങനെ വിളിക്കണൊക്കെ ആർക്കെയും പറ്റുമോ? ഫൈസലിനോട് നേരിട്ട് പറയണം. പറഞ്ഞിട്ട് ദേഷ്യം പിടിപ്പിക്കണം. എന്നിട്ട് ഉമ്മാനെ ചീത്ത പറയിപ്പിക്കണം. അതാണ് വേണ്ടത്. എൻ്റെ ഇഷ്ടം എൻ്റെ കാര്യങ്ങളൊന്നും ഇവിടെ നടത്താനും നോക്കാനും ആരുമില്ല. അന്നൊരു കല്യാണക്കാര്യത്തിൻ്റെ കാര്യം പറഞ്ഞ്
എൻ്റെ ആങ്ങള ഓൻ്റെ ഷോപ്പിക്ക് പോയിട്ട് പോലും അല്ല ഇപ്പോൾ അതിനൊന്ന് പറഞ്ഞെടുത്തൂടാ തള്ളക്കൊന്ന് ഇങ്ങനെ വരുന്നുണ്ട് ഒന്ന് സമ്മതിച്ചുകൊണ്ടിന്നൊക്കെ. ഓൻ പറഞ്ഞത് ഇപ്പം അതിനെക്കുറിച്ച് ആലോചിക്കണില്ല എന്നാണല്ലോ. എന്താണെന്നില്ലേ എൻ്റെ പണിയാണ് അന്ന് പറഞ്ഞേൽപ്പിച്ചത്. അല്ലെങ്കിലും ഞാനെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു വിലയില്ല. കെട്ടിച്ച് ഒഴിവാക്കിയ മരുമകളേറ്റ് ഇപ്പോഴും നടന്നോട്ടെ, ഓളുണ്ടാവുമല്ലോ എല്ലാത്തിനും. ഫസീല പ്ലീസ്, അനക്കെന്തത്ര കുശുമ്പ്? ഉമ്മാക്ക് ഇഷ്ടപ്പെട്ട മരുമകളോട് സംസാരിക്കേ വിളിക്കേ പോവ വരെ എന്തെങ്കിലും ചെയ്തോട്ടെ, നമുക്കെന്തതിന്? അങ്ങനെ പാടില്ല, അത് ശരിയല്ല. എപ്പോഴും ഒരു മരുമകളോട് കൂടുതലായിട്ടൊരു ഇഷ്ടം, ബാക്കിയുള്ളവർ അതെന്താണ് ഇഷ്ടം എന്ന് എനിക്കറിയില്ലേ. അതങ്ങനെയാണ്, അതുകൊണ്ടാണ്. പിന്നെ പാവം ഫാമിലിയാണ്, കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ സഹായം കൊടുത്തോട്ടെ, അതിനെന്താ നിനക്ക്? ആരപ്പോൾ ഇത്ര വലിയ പണക്കാർ? ഞങ്ങളോ? നിങ്ങൾക്ക് എന്താ പറയുക, അത്യാവശ്യം ഇല്ലേ? കുഴപ്പമില്ലല്ലോ. അത്യാവശ്യമുണ്ട്. എന്നാലും ഇപ്പോൾ ഇവിടുന്ന് കിട്ടുന്നത് ഉമ്മാൻ്റെത് എല്ലാവർക്കും ഒരുപോലെ കിട്ടണം, അല്ലാതെ ഒരു മരുമകൾക്കായിട്ട് മാത്രം കൊടുക്കണത് ഞാൻ സമ്മതിക്കൂല. അത് ശരിയല്ല. ഞാനേ നിങ്ങളെ ഉമ്മാനോട് ചോദിച്ചപ്പോൾ എന്തെന്നോട് പറഞ്ഞതെന്നോ? അതെൻ്റെ ഇഷ്ടമല്ലേ, ഞാൻ കൊടുക്കും, അതെൻ്റെ മുതലാണ്. ഞാൻ ബാപ്പാൻ്റെ അല്ലേ ചോദിച്ചു. അല്ലല്ല, ആരതും അല്ല, അതിൻ്റെ തന്നെയാണ്. അതിനിപ്പോൾ എന്താ? ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടവർക്ക് കൊടുക്കണേന് അതിനിപ്പോൾ എന്താ? നിങ്ങൾക്ക് കിട്ടാനുള്ളതൊക്കെ മാസത്തിൽ കിട്ടണില്ലേ എന്ന് ചോദിച്ചു. ഞാൻ എന്തിനാ ഫോൺ ചെയ്തതെന്ന് ചോദിച്ചു. അപ്പോഴും പറയണേ അതിൻ്റെ ഫോണെന്നല്ലേ ഞാൻ വിളിച്ചത്, അതിനിപ്പോൾ എന്താ? അത് കേട്ട് നവാസ് ചിരിച്ചു. എന്താ നിങ്ങളിങ്ങനെ വിളിക്കണത്? അത് നന്നായി, അനക്ക് പറ്റിയ മറുപടി എൻ്റെ ഉമ്മ തന്നുല്ലേ. അത് കേട്ട് അതാ നവാസ് ഒന്നുകൂടി ചിരിക്കുകയാണ്. അവളുടെ വർത്താനം വല്ലാതെ വിളിക്കണ്ട, നിങ്ങളിങ്ങനെ ഒരു പൊട്ടന്മാരെ പോലെ ഇവിടെ നിന്നോളി. ഉമ്മ ഇഷ്ടപ്പെട്ട ആളുകൾക്കൊക്കെ ഉമ്മാൻ്റെ പൈസ എന്തും കൊടുത്ത് കഴിക്കുമ്പോൾ കാണങ്ങൾക്ക്. പൊന്നാരൻ്റെ ഫസീല, ഈ ഒന്ന് അടങ്ങ്. എനിക്കെന്താ ഇവിടെ കുറവ്? തിന്നാൻ കിട്ടണില്ലേ? ഡ്രസ്സില്ലേ? എന്താ എനിക്ക് കുറവ് പറയ്. പിന്നെന്താ, ആ സാധു പെണ്ണൊരു പാവപ്പെട്ട പെൺകുട്ടിയാണ്. ഉമ്മ എന്നോട് പറഞ്ഞിരുന്ന കാര്യങ്ങൾ. അപ്പം അവർക്കൊരു ചിലവിനോ പഠനത്തിനോ എന്തിനൊക്കെ വേണ്ടി എന്തെങ്കിലും കുറച്ച് കൊടുത്തെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ എന്താന്ന് വെച്ചാൽ അത് വലിയ കുഴപ്പം തന്നെയാണ്. അതൊന്നും ശരിയല്ല. അതെ, കല്യാണം കഴിക്കുകയാണെങ്കിൽ കല്യാണം കഴിച്ച് വീട്ടിലുള്ള മരുമക്കൾക്കും ഒക്കെ കൊടുക്കണമെന്ന് കുഴപ്പമില്ല. ഇതിപ്പോൾ കല്യാണം കഴിച്ച് കെട്ടി ഒഴിവാക്കിയ ആ ഒരു പെണ്ണിനെ പിന്നെയും വിളിക്കുക, അവൾക്ക് സഹായം കൊടുക്കുക, അതൊക്കെ ശരിയാണോ? അതൊക്കെ നടക്കുന്ന കാര്യമാണോ? അതൊക്കെ മോശമല്ല നിങ്ങൾക്ക്? അതിനെന്താ, നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊന്നും ഇതില്ലല്ലോ അല്ലേ? നവാസുദ വീണ്ടും ചിരിക്കുകയാണ് അവളെ കളിയാക്കിക്കൊണ്ട്. ഫസീല, നിൻ്റെ മനസ്സിന് നല്ല അസുഖമുണ്ടല്ലോ. നിൻ്റെ മനസ്സിലത്തെ ആ ഒരു അസുഖം ആദ്യം മാറ്റണം. അത് ആ അസൂയ എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ, അതങ്ങോട്ട് എടുത്തൊഴിവാക്കിയില്ല ഈ നന്നാവുള്ളൂ. അല്ലാതെ എനിക്ക് എന്തുണ്ടായിട്ടും കാര്യമില്ല. അതങ്ങോട്ട് മനസ്സൊന്ന് ഒഴിവാക്കി ക്ലിയർ ആക്ക്. ഇന്നെങ്കിൽ തന്നെ എനിക്ക് മനസ്സമാധാനം ഉണ്ടാവും. എനിക്ക് മനസ്സമാധാനം കിട്ടണില്ലല്ലോ. ഈ ഇങ്ങനെ ഈ പൊയ്ക്കൾ തിളക്കും പോലെ തിളക്കുകയാണല്ലോ. എന്ത് കാര്യത്തിന് ഒരാളെ ഇതിൽ തലയിടാൻ നിൽക്കണേ? എനിക്ക് എൻ്റെ കാര്യം നോക്കിയാൽ പോരെ? ഉമ്മ ആ പെണ്ണിനെ ഒന്ന് വിളിച്ച് വർത്താനം അറിഞ്ഞെന്ന് വിചാരിച്ചിട്ടെന്താ? നിനക്കിപ്പോൾ എന്താ ഇമ്മ എത്ര ഒരു പ്രയാസം? എനിക്കെന്തേലും നഷ്ടപ്പെട്ടോ? ഉമ്മ തോട്ടത്തിൽ ഇറങ്ങിയപ്പോൾ തന്നെ എനിക്ക് ഡൗട്ടുണ്ട്. ഉമ്മാക്കൊരു ഇടയ്ക്കൊരു ഇറക്കമുണ്ട്. ഞാൻ ജനലിൽ കൂടെ മുകളിൽ നോക്കിയപ്പോൾ അപ്പോൾ തന്നെ ഫോണും പിടിച്ച് 30 പോകുന്നുണ്ട്. ഞാൻ പിന്നാലെ പോയി നോക്കി. അപ്പോൾ എന്താ സ്നേഹത്തിൽ വർത്താനം. അതും ഇനിയിപ്പോൾ ആർക്കും സുഖമില്ലല്ലോ, വല്യമാക്കോ. അവിടേക്ക് റൂം നമ്പറൊക്കെ ചോദിക്കുന്നുണ്ട്. കാണാൻ പോയിരിക്കും. പോയിക്കോട്ടെ, അതിനെന്താ? എനിക്ക് ഫൈസലിനോട് കാര്യങ്ങൾ പറയണം. ഇപ്പോഴും ഓലയിട്ടുള്ള ബന്ധമുണ്ട് എന്നുള്ളത് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. എന്നിട്ട് ഫൈസലിനെ കൊണ്ട് 2 എണ്ണം കേൾപ്പിക്കണം. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഫസീല, എൻ്റെ മനസ്സിൻ്റെ ദുശ്ചിന്ത, എൻ്റെ മനസ്സിന് നല്ല രോഗമുണ്ട് കേട്ടോ. ഈ രോഗം നീ ഫസ്റ്റ് മാറ്റണം. എന്നെങ്കിൽ തന്നെ എനിക്ക് മനസ്സമാധാനം കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇതിങ്ങനെ എപ്പോഴും നീറി പുകഞ്ഞുകൊണ്ടിരിക്കും. പറഞ്ഞില്ലാന്ന് വേണ്ട. എന്തിനാണ് ഒരാളെ കാര്യത്തിന് ഇടപെടണത്? നമുക്ക് നമ്മളെ കാര്യം നോക്കിയാൽ പോരെ? ഇനിയിപ്പോൾ ഒരാൾക്ക് അങ്ങനെ കൊടുക്കുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ എന്താ എനിക്ക് ബുദ്ധിമുട്ട്? അതൊന്നും പറ്റൂല. എന്താ, ഞങ്ങളൊന്നും മരുമക്കളല്ലേ? എന്താ ഉമ്മാൻ്റെ വകമായിട്ട് ഞങ്ങൾക്കൊന്നും കിട്ടാത്ത അവകാശങ്ങൾ? അതെ, ഉമ്മ കൊടുക്കുന്നത് ഒരിക്കലും ഒരു അവകാശമായിട്ടല്ല, അതൊരു ഔദാര്യമായിട്ട് കൊടുക്കുകയാണ്. അവർ ഫാമിലിയും കാര്യങ്ങളും സുഖമില്ലാത്ത ഉപ്പ അവരുടെ ആ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് കൊടുക്കുന്നത്. ഒരു സ്വതക്ക പോലെ കൊടുക്കുകയാണത്.
പ്ലീസ് ഈ ദയവായി ഒന്ന് ചാടിക്കളിക്കാതെ മനസ്സമാധാനത്തോടെ അവിടെ നിൽക്ക്. അന്ന തലയിൽ കെട്ടിവെച്ച് എനിക്കാണ് വലിയ തലവേദന, ബാക്കിയുള്ളവർക്കൊന്നല്ല. നുസൈബയെ വിളിച്ചതും പറഞ്ഞതുമെല്ലാം അതാ അവൾ ഫൈസലിനോട് പറയുവാൻ വേണ്ടി തീരുമാനിക്കുന്നു. എന്തായാലും വേണ്ടില്ല, ഫൈസലിനോട് കാര്യങ്ങളൊക്കെ പറയണം. എന്നിട്ട് ഓനൊന്ന് ഇളക്കി വിടണം. എന്താന്നില്ല, അങ്ങനെ പാടില്ലല്ലോ. എന്തായാലും തള്ള പോവായിരിക്കും ആ വല്യമ്മാനെ കാണാൻ. ആ ഒരു സ്പോട്ടിൽ പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് കയറി വരുമ്പോൾ നല്ല ചീത്ത പറയിപ്പിക്കണം. എന്തായാലും വേണ്ടില്ല, ഇനിയിപ്പോൾ ചെല്ലും. ഷ്യാമോനെ വാടാ നമുക്കൊന്ന് പോയി വരിക എന്ന് പറഞ്ഞ് ഓനെ വിളിച്ചേ പോവുള്ളൂ. ഓനെ വിളിച്ച് പോവും. വിളിച്ചിട്ട് ഇനി തിരിച്ചു വരുമ്പോൾ രണ്ടാക്കും നല്ലോണം ചീത്ത കേൾപ്പിക്കണം. അതാണ് എൻ്റെ ആഗ്രഹം. അതിനു വേണ്ടി അതാ ഫസീല കാത്തു നിൽക്കുന്നു. നുസൈബയുടെ വല്യമ്മയെ കാണാൻ ഷമ്മാസും ഉമ്മയും പോകുമെന്ന് നന്നായി അറിയാം. അതെ, അവർ ഹോസ്പിറ്റലിൽ പോയ ആ ഒരു സ്പോട്ടിൽ തന്നെ നേരെ ഫൈസലിനോട് വിളിച്ച് കാര്യങ്ങൾ പറയണം. എന്നിട്ട് തിരിച്ചു വരുമ്പോൾ അവർക്ക് കിട്ടാനുള്ളത് നല്ല രീതിയിൽ കിട്ടണം. അതിനുവേണ്ടി അതാ ഫസീല ആഗ്രഹിക്കുകയാണ്. ഇൻഷാ അല്ലാ ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.